MST ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. നമ്മൾ ക്രോമിൽ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക, mstblockchain.com നമ്മളവിടെ അങ്ങനെ ടൈപ്പ് ചെയ്യുക. സ്പെല്ലിംഗ് കറക്റ്റ് നോക്കുക, mstblockchain.com എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഇങ്ങനൊരു ഇൻ്റർഫേസ് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വരിക. സ്റ്റാർട്ട് യുവർ വാലിഡേറ്റർ ജേണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ബൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. പെട്ടെന്ന് ലോഗിൻ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കറൻറ്റ് നോഡ് പ്രൈസ് കറക്റ്റ് കാണിക്കും. ഇപ്പോഴത്തെ ലൈവ് പ്രൈസ് ഇത് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. പ്രൈസ് നല്ല രീതിയിൽ പർച്ചേസ് നടക്കുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലോഗിൻ നൗ കാണാം, കണ്ട. ഇങ്ങനെയാണ് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ആ ലോഗിൻ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോഗിൻ ചെയ്യണതിൻ്റെ നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരിക. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫോൺ നമ്പർ, പാസ്വേഡ് കൊടുക്കുക. ഓട്ടോ സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ക്യാപ്ച കൊടുക്കുക 40 853 ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ലോഗിനായി വന്നു. നമുക്കിനി റെഫർ ലിങ്ക് എങ്ങനെ എടുക്കാം നോക്കാം. നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ആ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക, അഫിലിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെഫർ ലിങ്ക് വന്ന് കിടക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി, ലിങ്ക് കോപ്പിയുടെ ആയി, കണ്ട. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കേണ്ട ആവശ്യകത ഇല്ല. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കോപ്പി ചെയ്യണ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഒരാൾ നോഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അണ്ടറിൽ. അപ്പോൾ അതുകൊണ്ട് അവരെ ആ നോഡ് പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 5% നമുക്ക് റെഫറിൽ കിട്ടും. INR ആയിട്ട് ഇത് അവിടെ കയറിയിട്ടുണ്ട്. നമുക്കത് വിഡ്രോയിൽ അടിക്കാൻ പറ്റും. 24-48 മണിക്കൂറിനുള്ളിൽ INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറും. അതിന് വേണ്ടിയിട്ട് നമ്മളിതിവിടെ ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ബാങ്കിങ് ആൻഡ് വിഡ്രോവൽസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് കാര്യം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വിഡ്രോ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വിഡ്രോവലാവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ ഇതുപോലെ ലോഗിൻ ചെയ്തിട്ട് ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് വിഡ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഓൾറെഡി അഡ്രസ്സ് ആഡാണ്, അതുകൊണ്ട് ഇവിടെ ആഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനായി വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഒരു കോളം വരും. അവിടെയാണ് നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് കോപ്പി ചെയ്ത റിസീവ് അഡ്രസ്സ്, അതായത് വാലറ്റ് അഡ്രസ്സ്, MSTCയുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ വാലറ്റ് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.